അച്ഛൻ എന്നെ ആർക്കാ കൊടുക്കാൻ പോണേ എന്ന് ചോദിച്ചപ്പോൾ പിടിച്ചില്ല. അച്ഛന് ദേഷ്യം വന്നു. യമനാ കൊടുക്കാൻ പോണേന്നാ പറഞ്ഞ. ആ കുട്ടി യമൻ്റെ അടുക്കലേക്ക് ചെന്നു എന്നാ പറയണേ ശാസ്ത്രം. സർവത്ര വിജയമിച്ഛേത് ശിഷ്യാത് പുത്രാദിച്ഛേത് പരാജയം. ഗൃഹസ്ഥന്മാർക്കുള്ള വ്യവസ്ഥ എന്താ? എല്ലാ ദിക്കിലും നിങ്ങൾ വിജയം അഭിലഷിച്ചോളൂ, സ്വന്തം പുത്രന്റെ ഹസ്തങ്ങളിൽ പരാജയമാണ് നാം തേടേണ്ടത് എന്നാണ്. നമ്മൾ വളർത്തുന്ന കുട്ടികൾ നമ്മളെക്കാൾ മികച്ചവരാവണോ അതോ നമ്മളെക്കാൾ മോശമാകണോ? നിങ്ങൾ തന്നെ ആലോചിക്കൂ. എവറി നെക്സ്റ്റ് ജനറേഷൻ ഈസ് സപ്പോസ് ടു ബി ആൻ ഇംപ്രൂവ്മെന്റ് ആൻഡ് മോർ എക്സലന്റ്. അടുത്ത ജനറേഷൻ എപ്പോഴും അടുത്തത് ഇപ്പോഴത്തേക്കാൾ മികച്ചതാവണം. അതാണ് പ്രകൃതിയുടെ നിയമവും വ്യവസ്ഥയും. പുരോഗതി ശാസ്ത്രം അപ്പോഴേ അന്വർത്ഥമാവൂ. അപ്പൊ ബലരാമൻ അവിടെ വന്നു. സമേതം പാർത്ഥിവം ക്ഷത്രം കാലപക്വമസംശയം വിമർദ്ദശ്ച മഹാൻ ഭാവി മാംസ ശോണിതകർദമ. സമേതം പാർത്ഥിവം ക്ഷത്രം കാലപക്വമസംശയം വിമർദ്ദശ്ച മഹാൻ ഭാവി മാംസ ശോണിതകർദമ. ബലരാമൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നില്ലേ? ഉവ്വ്. കൃഷ്ണൻ ദൂത് പറയാൻ വന്നപ്പോൾ അവിടെ വന്നു എന്ന് എനിക്കറിയില്ല. ഇല്ല. പല കാര്യങ്ങളിലും അദ്ദേഹം വന്ന് ഇടപെടുന്നില്ല എന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. അപ്പം യുദ്ധത്തിൻ്റെ സന്നാഹങ്ങൾ മുഴുവൻ കഴിഞ്ഞു, സേനാധിപന്മാരെ വാഴിച്ചു കഴിഞ്ഞു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള നില ഇതാണ്. ഭീഷ്മന്റെ കൂടെ ദുര്യോധനൻ കുരുക്ഷേത്രത്തിലെത്തി, പാളയത്തിനുള്ള സ്ഥലം നിശ്ചയിച്ചു, സമ്പദ് സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കണു. എല്ലാം കഴിഞ്ഞു. ഇനി യുദ്ധം അനിവാര്യം. മണിക്കൂറുകളെ എണ്ണണ്ടു പടക്കളത്തിൽ പടപൊരുതൽ തുടങ്ങാൻ. ആ സമയത്ത് അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ മുൻപിൽ കണ്ടത് എന്താ? മാംസശോണിതകർദമ. അനവധി ജനങ്ങൾ, 5ഉം 10ഉം 100ഉം അല്ല, 1000, 10,000, ലക്ഷക്കണക്കിനാണ് മരിക്കാൻ പോണത്. ഇവരെല്ലാം മരിച്ചു വീണാൽ യുദ്ധം നടത്തുമോ അതോ ശവശരീരങ്ങളെ ഡിസ്പോസ് ചെയ്യുമോ എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പം അവിടെ എല്ലാം കൂടിയിട്ട് മാംസവും രക്തവും എല്ലാം കൂടി കുഴഞ്ഞ് അത് ഡീകമ്പോസ് ചെയ്ത് അത് അവിടെ ചളി കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം കണ്ടത്. ഉക്തോ മയാ വാസുദേവ പുനഃ പുനരുപഹ്വരേ സംബന്ധിഷു സമാം വൃത്തിം വർത്തസ്വ മധുസൂദന. ഉക്തോ മയാ വാസുദേവ പുനഃ പുനഃ ഉപഹ്വരേ. ഞാൻ കൃഷ്ണനെ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി സംസാരിക്കുകയുണ്ടായി. എന്ത്? മയാ വാസുദേവ പുനഃ പുനഃ, ഒരു തവണയല്ല പലതവണയും. സംബന്ധിഷു സമാം വൃത്തിം വർത്തസ്വ മധുസൂദന. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരത്? സംബന്ധിഷു സമാം വൃത്തിം. കൃഷ്ണ, നമുക്ക് ഒരുപോലെ ബന്ധപ്പെട്ടവരാണ് ആര്? പാണ്ഡവന്മാരും ദുര്യോധനാദികളും. അതുകൊണ്ട് ഇവരോട് സമദൃഷ്ടിയാണ് നമുക്ക് കാണിക്കേണ്ടത്. ഒരാളെ കൂട്ടിവെച്ച് പിന്നെ ഒരാളെ കുറച്ച് വയ്ക്കരുത്. ഒരു കണ്ണ് വെണ്ണ പിന്നെ ഒന്ന് ചുണ്ണാമ്പ് എന്ന് പറയും. അങ്ങനെ ആവരുത്. രണ്ടുപോലെയും ഒരുപോലെ കാണണം. സമാം വൃത്തിം വർത്തസ്വ. ഒരാളെ കൂടുതൽ സഹായിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക, പിന്നെ ഒരാളെ കുറച്ച് സ്നേഹിക്കുക, അത് രണ്ടുമില്ലാതെ ഒരുപോലെ രണ്ടാളോടും പെരുമാറണം എന്ന് ഞാൻ കൃഷ്ണനോട് ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി രഹസ്യമായും ഉറപ്പിച്ചും പലതവണ പറഞ്ഞു. പറയണതൊന്ന്, അത് കേട്ട് ഗ്രഹിച്ച് അനുസരിക്കണത് വേറെ ഒന്ന്. എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ, ചെറിയ കുട്ടിയല്ലല്ലോ. ഒക്കത്തൊക്കെ വെടിച്ച് വേണ്ടി വന്നാൽ വായ പൊത്തി സംസാരിക്കരുത് എന്നൊക്കെ പറയാം കുട്ടികളോട്. ഇതിപ്പോൾ അത് പറ്റില്ലല്ലോ. പാണ്ഡവാഹി യഥാസ്മാകം തഥാ ദുര്യോധനോ നൃപഃ തസ്യാപി ക്രിയതാം സാഹ്യം സപര്യേതി പുനഃ പുനഃ. പാണ്ഡവാഹി യഥാസ്മാകം തഥാ ദുര്യോധനോ നൃപഃ. നമുക്ക് പാണ്ഡവന്മാരെങ്ങനെ കണ്ണിലുണ്ണികളോ സംബന്ധികളോ അടുത്ത് നിൽക്കുന്നവരോ, അതേമാതിരി ദുര്യോധനും നമുക്ക് വേണ്ടപ്പെട്ടവനും അടുത്ത് നിൽക്കുന്നവനുമാണ്. അദ്ദേഹം രാജാവാണ്. അപ്പം പാണ്ഡവന്മാരോട് നമുക്ക് കൂടുതൽ അടുക്കേ, വേണ്ടത് ചെയ്യേ. ദുര്യോധനിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കേ, അല്ല വിപരീത ഭാവം പുലർത്തിയ ചെയ്യുന്നത് ശരിയാവില്ല. തസ്യാപി ക്രിയതാം സാഹ്യം സപര്യേതി പുനഃ പുനഃ. തസ്യാപി ദുര്യോധനും കൂടി സഹായം വേണ്ടത് ചെയ്യണം എന്നിങ്ങനെ ഞാൻ കൃഷ്ണനോട് പറയാറുണ്ട്. ദുര്യോധനം അടുത്ത് വന്ന് കൂടിയിരിക്കുകയാണ്. ഈ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. കൃഷ്ണൻ ദൂത് പറയാൻ ചെന്നു. ദൂത് പറയാൻ ചെന്നപ്പോൾ മൂപ്പുള്ളവരെല്ലാവരും, ഭീഷ്മൻ, ദ്രോണൻ, വിതുരൻ, ധൃതരാഷ്ട്രൻ, സർവ്വ ആൾക്കാരും സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ദുര്യോധനൻ എന്താ ചെയ്തത്?
കൃഷ്ണനെ പിടിച്ച് കെട്ടാനാണ് പുറപ്പെട്ടത്. അപ്പൊ രണ്ടുപേരും ഒരുപോലെ സഹായം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? എന്തോ കാരണത്താൽ ബലരാമന്റെ മനസ്സിൽ അതൊന്നും പെടുന്നില്ല. നമ്മൾ രണ്ടുപേരെയും ഒരുപോലെ സഹായിക്കണം എന്നുള്ളൊരു വിചാര. എനിക്ക് തോന്നുന്നു ബലരാമന്റെ മനസ്സിൽ ദുര്യോധനോട് അമിതമായിരിക്കുന്ന ഒരു വാത്സല്യം, ഒരടുപ്പമുണ്ടായിരുന്നു എന്ന്. തച്ചമേനാകരോദ്വാക്യം ത്വദർത്ഥേ മധുസൂദന നിർവിഷ്ട സർവഭാവേന ധനഞ്ജയം അവേക്ഷ്യ. തച്ചമേനാകരോദ്വാക്യം ത്വദർത്ഥേ മധുസൂദന നിർവിഷ്ട സർവഭാവേന ധനഞ്ജയം അവേക്ഷ്യ. ഞാൻ ഇതൊക്കെ പറഞ്ഞാലും യുധിഷ്ഠിര, എൻ്റെ അനിയൻ കൃഷ്ണനുണ്ടല്ലോ, അവൻ ഞാൻ പറഞ്ഞത് കേൾക്കാൻ തയ്യാറില്ല, ഞാൻ പറയണത് കേൾക്കണില്ല. തച്ചമേ നാഗരോദ്വാക്യം ത്വദർത്ഥേ മധുസൂദന. കൃഷ്ണന്റെ മുഖം നോക്കിക്കൊണ്ട് പറയാണ് ആര്? ബലരാമൻ. ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ഈ കൃഷ്ണൻ അത് ചെയ്യുന്നില്ല. എന്താ? ത്വദർത്ഥേ. കൃഷ്ണന്റെ മനസ്സിൽ മുഴുവൻ യുധിഷ്ഠിര, അർജുന, നിങ്ങൾ രണ്ടുപേരാ. നിർവിഷ്ട സർവഭാവേന ധനഞ്ജയം അവേക്ഷ്യ. എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണന്റെ മനസ്സിൽ ധനഞ്ജയനോട്, അർജുനോട് വല്ലാത്തൊരു അടുപ്പവും ഒരു വാത്സല്യവും. ഏകദേശം ഒരേ ജീവൻ രണ്ട് ശരീരത്തിലാന്ന് വരെ പറയാം. അങ്ങനെ ഒരു ഏർപ്പാടാണ് അവർ തമ്മിൽ കാണുന്നത്. എന്താ നടന്നിരിക്കണേന്ന് എനിക്കറിയില്ല. സർവഭാവേന ധനഞ്ജയം അപേക്ഷ. എന്ത് തന്നെ വന്നാലും ധനഞ്ജയന്റെ കാര്യം വിട്ടുകളയരുത്. അവന് ശ്രേയസ്കരമായിട്ടുള്ളത് നാം ചെയ്യണം. അവൻ്റെ കൊടിക്കൂറ ജയത്തോടുകൂടി പറക്കണം, അവനെ വിജയിപ്പിക്കണം എന്നുള്ളതാണ് കൃഷ്ണന്റെ മനസ്സിലുള്ള വിചാരം. ഈ പറയണത് ശരിയാണോ? ശരിയല്ല. എന്താ കാരണം? ദുര്യോധനും അർജുനനും രണ്ടുപേരും ദ്വാരകയ്ക്ക് ചെന്നു യുദ്ധത്തിന് വേണ്ടി കൃഷ്ണന്റെ സഹായം തേടാൻ. അങ്ങനെ ആദ്യം ചെന്നത് ദുര്യോധനാണ്. ആ ദുര്യോധനൻ ശരിയല്ലാത്ത വിധത്തിൽ പെരുമാറി തലയുടെ ഭാഗത്തിരുന്നു. ഒരു പക്ഷേ ഇപ്പം ഞാനത് വിശദമാക്കി പറയുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് യുദ്ധം ചെയ്യാത്ത, ആയുധമെടുക്കാത്ത ഞാനൊരു ഭാഗത്ത്, എല്ലാ വിധത്തിലുള്ള അസ്ത്രശസ്ത്രങ്ങളും ധാരാളമുള്ള ഒരുക്കങ്ങളോട് കൂടിയുള്ള നാരായണീ സേന വേറെ ഒരു ഭാഗത്ത്. ഏത് വേണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ ആവശ്യപ്പെട്ടത് നാരായണീ സേനയാണ്. അപ്പം എന്താ ഇപ്പം ബലരാമൻ അങ്ങനെ പറയുന്നത്? രണ്ടുപേർക്കും ഒരുപോലെ ചെയ്യണില്ലാന്ന്. രണ്ടുപേർക്കും സഹായം ചോദിച്ചു. ഇപ്പം കൃഷ്ണന്റെ കയ്യിലുള്ള സ്ഥിതി എന്താ? സേനയൊന്നും കയ്യിലില്ല, ഒക്കെ ദുര്യോധനന് കൊടുത്തിരിക്കുക. താൻ മാത്രമേ ഉള്ളൂ. കയ്യിൽ അസ്ത്രവും ഇല്ല, ശസ്ത്രവും ഇല്ല. യുദ്ധത്തിൽ പങ്കെടുക്കും വേണം. അപ്പോഴാണ് തേരാളിയായാൽ കൊള്ളാം എന്ന് വിചാരിച്ച് ആ പദം സ്വീകരിച്ചത്. നിർവിഷ്ട സർവഭാവേന ധനഞ്ജയമവേക്ഷ്യ. അവിടെ ദൂത് പറയാൻ കൃഷ്ണൻ തന്നെ പോയത് എന്തുകൊണ്ടാ? പോയിട്ട് കൃഷ്ണൻ തുടങ്ങിയത് എന്താ? എങ്ങനെയായാലും ഈ യുദ്ധം ഒഴിവാക്കണം. കുരുവംശം അധപ്പതിക്കരുത്, നശിക്കരുത്, നാമാവശേഷമാകരുത്. അതുകൊണ്ട് പാണ്ഡവന്മാർക്ക് വേണ്ടി യാചിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണല്ലോ ദുര്യോധനൻ അടക്കം എല്ലാവരുടെയും മുൻപിൽ വന്ന് ഉണർത്തിച്ചത്. അദ്ദേഹം തന്നെ ആ ദൗത്യം നിർവഹിച്ചത് എന്തിനാ? എത്ര ഫലപ്രദമായ ഭാഷ ഉപയോഗിച്ചു. അങ്ങനെ പറയുമ്പോൾ ആ ഉദ്ദേശം എന്താ? യുദ്ധത്തിൽ ദുര്യോധനെ നശിപ്പിക്കണമെന്നോ അതോ ദുര്യോധനും കൂട്ടരും നാശമേശാതെ നല്ല പോലെ വാഴണമെന്നോ? പക്ഷേ ബലരാമന്റെ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെയാ. ധ്രുവോ ജയ പാണ്ഡവാനാം ഇതിമേ നിശ്ചിതാമതി തഥാ ഹ്യഭിനിവേശോയം വാസുദേവസ്യ ഭാരത. ധ്രുവോ ജയ പാണ്ഡവാനാം ഇതിമേ നിശ്ചിതാമതി തഥാ ഹ്യഭിനിവേശോയം വാസുദേവസ്യ ഭാരത. എനിക്ക് നല്ല പോലെ അറിയാം യുധിഷ്ഠിര, ധ്രുവോ ജയ പാണ്ഡവാനാം, പാണ്ഡവന്മാർക്കാണ് എന്തുകൊണ്ടും ജയം. അത് സുനിശ്ചിതമാണ്. നിശ്ചിതാമതി, അതിലൊരു സംശയമില്ല. എന്താ കാരണം? ദുര്യോധനന്റെ പെരുമാറ്റ ദൂഷ്യം, ദുഷ്ടത, വഞ്ചന, കളവ്, ചതി, നിഷ്ഠുരത, ഇതൊക്കെയാണല്ലോ. മനുഷ്യ സമാജത്തിൽ വാഴേണ്ട ഗുണങ്ങളാണോ ഇത്? അതോ മനുഷ്യ സമാജത്തിനെ നശിപ്പിക്കുന്ന ദുർഗുണങ്ങളോ? ഈ ദുർഗുണങ്ങളുടെ മൂർത്തിയാണ് ആര്? ദുര്യോധനൻ. അപ്പൊ പിന്നെ ആ ആളെ എങ്ങനെയാ ജയിക്കുക? ആരൊക്കെ കൂടെ നിന്നാൽ പോലും. മറിച്ച് എന്താ വേണ്ടത്? അവനെ നശിപ്പിക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ പോലും നമ്മുടെ സാധാരണ ബന്ധത്തെയും കൂറിനെയും വിട്ട് മറുഭാഗത്ത് ചായവോടുകൂടി പെരുമാറിയാലേ ഈ ദുര്യോധനും കൂട്ടരും നശിക്കാൻ പോകുന്നുള്ളൂ. അതാണ് സമാജത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യം.
ധ്രുവോ ജയ പാണ്ഡവാനാം ഇതി മേ നിശ്ചിതാമതി തഥാ ഹ്യഭിനിവേശോയം വാസുദേവസ്യ ഭാരത. പാണ്ഡവന്മാരെ ജയിപ്പിക്കണം എന്നുള്ളൊരൊറ്റ വിചാരം, അതാണ് കൃഷ്ണൻ ഇത്ര അഭിനിവേശം. ആ കൃഷ്ണന്റെ അഭിനിവേശവും ആവേശവും കാണുമ്പോൾ നചാഹമുത്സഹേ കൃഷ്ണം ഹൃദേ ലോകമുദീക്ഷിതും തദോഹം അനുവർത്താമി കേശവസ്യ ചികീർഷിതം. കാര്യം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എൻ്റെ മനസ്സിൽ ദുര്യോധനും കൂട്ടർക്കും ചെയ്തത് പോരാ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും നചാഹമുത്സഹേ കൃഷ്ണം ഹൃദേ ലോകമുദീക്ഷിതും, ഈ ലോകത്തെ ഒരു നിലയ്ക്കും എനിക്ക് കൃഷ്ണനെ വിട്ടുകളഞ്ഞ് കാണാനോ നോക്കാനോ പരിഗണിക്കാനോ പറ്റില്ല. കാര്യം ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും ആ അഭിപ്രായ വ്യത്യാസത്തിനെ കവച്ചു വെച്ചുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള വിചാരം എന്താ? കൃഷ്ണൻ എന്ത് പറഞ്ഞാലും ചെയ്താലും അവനെ വിട്ടുകളഞ്ഞ് കഴിഞ്ഞുകൂടാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. തദോഹം അനുവർത്താമി കേശവസ്യ ചികീർഷിതം. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് നയം, എന്ത് ലൈൻ ഓഫ് തിങ്കിങ് വിചാരഗതി സ്വീകരിച്ചുവോ ആ സ്വീകരിച്ചതോടുകൂടി ഞാനും അങ്ങോട്ട് കൂടിച്ചേരുക. എന്താ കാരണം? കൃഷ്ണനാണല്ലോ. ഇത് ബലരാമൻ പറയണതാ, അവനവൻ്റെ മനസ്സിലുള്ളത്. ഈ മഹാഭാരതത്തിൻ്റെ വിശേഷം എന്താണെന്നറിയോ? എല്ലാവരുടെ മനസ്സും തുറന്നു കാണിക്കുകയാണ് ആര്? വ്യാസമഹർഷി. ബലരാമന്റെ മനസ്സിൽ എന്താണോ ചിന്താഗതി കലവറയില്ലാതെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. അതിനൊരു രംഗം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ മഹർഷി കവിതിലകൻ അത് ഉണ്ടാക്കി. എന്നിട്ട് പറയുകയാണ്, മനസ്സിനെ ഒളിച്ചു വയ്ക്കാൻ ഒരാൾക്കും പറ്റില്ല. ഭാര്യാഭർത്താക്കന്മാരായാലും നമ്മുടെ ഭാഗവതത്തിലെ കാളിയൻ്റെ പത്നിമാരെല്ലാവരും കാളിയൻ കീഴടങ്ങിയപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് പറയാണ്, അങ്ങെങ്കിലും ഇത് ചെയ്യാനുണ്ടായല്ലോ. ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് വലിയ പൊല്ലാപ്പാ, ഞങ്ങൾക്ക് പുറത്താരോടും പറയാനും പറ്റില്ല. അങ്ങെങ്കിലും ഞങ്ങളുടെ ഭർത്താവിൻ്റെ അഹങ്കാരം ഒതുക്കി തന്നുവല്ലോ എന്ന് പറഞ്ഞ് നമസ്കരിക്കുക ചെയ്തത്. അപ്പോൾ നീ മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ഭാര്യയുടെ മനസ്ഥിതി മാറുന്നത് നിങ്ങൾ ആരും വിചാരിക്കരുത്. നിങ്ങൾക്ക് ദുഷ്ടതയുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്നവളാവില്ല നല്ലൊരു ഭാര്യ. അച്ഛനമ്മമാരുടെ പെരുമാറ്റം ശരിയല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾ ഒരിക്കലും അതിൽ പങ്കുചേരില്ല. നല്ല കുട്ടികളാണെങ്കിൽ കാര്യം അച്ഛനാണ് അമ്മയാണ്, പക്ഷേ അവരുടെ ചിന്താഗതിയിലും പെരുമാറ്റത്തിലും ഞങ്ങൾ ഈ തരത്തിലുള്ള അപാകങ്ങൾ കാണുന്നു എന്നവർക്ക് മനസ്സിൽ തോന്നും. പറയുമോ പറയില്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. മനുഷ്യജന്മത്തിൻ്റെ വിശേഷമാണത്. പ്രായപൂർത്തി വരുന്നതോടുകൂടി ഒരു വ്യക്തി തൻ്റേതായ അഭിലാഷങ്ങൾ, തൻ്റേതായ തിരഞ്ഞെടുക്കലുകൾ, തൻ്റേതായ ആദർശം, മൂല്യം അതവിടെ വെച്ചുകൊണ്ടിരിക്കും. ശ്രീമദ് ഭാഗവതത്തിലെ 7 വയസ്സായ കൊച്ചുകുട്ടി പ്രഹ്ലാദനാണ് തൊഴുകയ്യുമായി നിൽക്കുക അച്ഛൻ്റെ മുൻപിൽ. പക്ഷെ അച്ഛൻ ശാസിക്കുന്നതും പേടിപ്പിക്കുന്നതും സ്വല്പമെങ്കിലും ആ കുട്ടി ഉൾക്കൊള്ളാൻ തയ്യാറില്ല. എന്നോടുകൂടി ഇങ്ങനെ വിപരീതം എന്നെ ധിക്കരിക്കാൻ നിനക്ക് എവിടുന്നാടാ ശക്തി എന്നോ അങ്ങനെ ചോദിച്ചപ്പോൾ, അട്ടഹസിച്ച് ചോദിച്ചപ്പോൾ, എനിക്ക് മാത്രമല്ല എൻ്റെ അച്ഛാ, ലോകത്തിലുള്ള ഇന്ദ്രനും ലോകത്തിലുള്ള ദിക്പാലന്മാർക്കും ഇന്ദ്രനും ചന്ദ്രനും എല്ലാവർക്കും അങ്ങയ്ക്കും കൂടിയുള്ള ശക്തി കേന്ദ്രം ശ്രീഹരിയാണ് എന്ന് തുറന്നു പറഞ്ഞു. ആ പറഞ്ഞതിൽ എന്തായിരുന്നു കൊച്ചുകുട്ടിക്ക് ഉദ്ദേശം? അച്ഛനൊന്ന് സ്വയം തിരുത്തിയെടുക്കുകയാണെങ്കിൽ തിരുത്തിയെടുത്തോട്ടെ എന്നാ. അപ്പോഴും തൻ്റെ ആശയമാകട്ടെ ആദർശമാകട്ടെ അടിയറ വയ്ക്കാൻ തയ്യാറായില്ല 7 വയസ്സായ കുട്ടി. ഇതാണ് ഭാരതം, ഇതാണ് ഇന്ത്യ, ഇതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ നടുത്തൂണാണിത്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നമ്മളിവിടെ കുട്ടികളെ പെറ്റു വളർത്തുന്നത് അമേരിക്കയ്ക്കോ ജർമ്മനിക്കോ യൂറോപ്പിൽ മറ്റു രാഷ്ട്രങ്ങളിലോ പോയി വലിയ സൗധങ്ങൾ കെട്ടിപ്പടുക്കാനൊന്നുമല്ല. കാര്യം പുറം രാജ്യത്തു നിന്ന് ധാരാളം പണം കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ശരിയായ മഹത്വവും മേന്മയും നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വിഭവങ്ങളാണ്. മനോവിഭവങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ബുദ്ധിയുടെ വൈഭവത്തിന് വേണ്ടിയാവണം നമ്മുടെ പ്രയത്നം മുഴുവനും. നമ്മുടെ സ്കൂളും കോളേജും എന്തിനാ? മനസ്സും ബുദ്ധിയും അതിനു വേണ്ട വിഭവങ്ങൾ നൽകാൻ. ആ വിഭവത്തിൻ്റെ മുകളിലാണ് ഈ ഭാരതം സഹസ്രാബ്ദങ്ങളായി ഇന്നും അടിച്ചമർത്തി അങ്ങോട്ട് ഇല്ലാതെയാക്കാൻ പറ്റാത്ത ഒരു രാജ്യമായി അവശേഷിക്കുന്നത്. നമുക്ക് കുറച്ച് പണത്തിൻ്റെ കുറവുണ്ടാവാം, ജനസംഖ്യ കൂടിയിട്ടുണ്ടാവാം, പല വിധത്തിലുള്ള വിഷമങ്ങളും നമുക്കുണ്ടാവാം. പ്രകൃതിയുടെ ക്ഷോഭങ്ങൾ ധാരാളം അനുഭവിക്കുന്നവരാണ് ഭാരതത്തിലുള്ളവർ. ലോകത്തിലുള്ള 10 രാജ്യങ്ങളിൽ ഒന്നാണത്രേ പ്രകൃതിക്ഷോഭങ്ങളെ നേരിടുന്നതിൽ നമ്മുടെ രാജ്യം. ഇതോടുകൂടി ഒക്കെ വേണം നമുക്ക് വാഴാൻ.
പെട്ടെന്ന് എന്തെങ്കിലും ഒരു വരൾച്ച, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം, ഇല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കം, ഇങ്ങനെ പലതും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതോടുകൂടി ജീവിക്കാൻ പഠിച്ചവരാണ് നമ്മൾ. ഭൗതികമായി ഇങ്ങനെ വിപത്തുകളുടെ മുഖത്തിലാണ് നമ്മളെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഒരു സമ്പത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കി. എമ്മാതിരിയുള്ള ആപത്ത് വന്നാലും ആ ആപത്തിനെ നേരിടാനുള്ള ഒരാത്മബലം, ഒരു മനസ്സാന്നിധ്യം നമുക്ക് പണ്ടേ മുതൽക്ക് നാം വളർത്തിയെടുത്തിട്ടുണ്ട്. 11 മാസമാണ് സീതയെ രാവണൻ അശോകവനത്തിൽ വെച്ചത്. എത്രയെത്ര കഷ്ടപ്പെടുത്തി ആ സ്ത്രീ അവിടെ ഒറ്റയ്ക്ക് ജീവിച്ചു. രാമൻ തിരിച്ചു വരുമ്പോൾ സീത പക്ഷം മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അഗ്നിപ്രവേശം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ഒരു കൂസലുമില്ലാതെ തൻ്റെ സത്യത്തിൻ്റെ പേരിൽ, ധർമ്മത്തിൻ്റെ പേരിൽ ശരീരത്തിനെ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ കുളിച്ചങ്ങോട്ട് കയറിയവർ. എന്തിനാ ഈ കഥകളൊക്കെ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കഥ എന്തോ ആവട്ടെ, അത് എഴുതിയിട്ടുണ്ടല്ലോ. എഴുതിയ ഒരു എഴുത്തുകാരൻ, ഒരു രചയിതാവുണ്ടല്ലോ. ആ രചയിതാവ് ഇങ്ങനെയുള്ള രംഗങ്ങളും സംഭവങ്ങളും വിവരിച്ച് നിങ്ങളുടെ മുൻപിൽ ഒരു ശാശ്വത സാഹിത്യമായി, സംസ്കാരമായി, പ്രഭാവമായി, മേന്മയും മഹാത്മ്യവുമായി തരുന്നതിൻ്റെ ഉദ്ദേശം ആ ഒരു പൈതൃകം നിങ്ങൾ നേടിയെടുക്കണം. അതിൻ്റെ മുൻപിൽ ജീവിതത്തിൽ എന്ത് തളർച്ച വന്നാലും ആ തളർച്ചയെ കവച്ചു വയ്ക്കാനുള്ള ഒരു ഉൾപ്രഭാവം നമ്മൾക്ക് നുകരാൻ കിട്ടണം എന്നുദ്ദേശിച്ചാണ്. ആരും വിചാരിക്കരുത് പണം നമ്മെ സഹായിക്കുന്നു. അർജുനൻ ഒടിഞ്ഞു കുഴഞ്ഞപ്പോൾ സഹായിക്കാൻ ഒരു പണക്കാരനോ ആരുമില്ല. അവിടെ ഒരു തേരാളി കൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീതയെ സഹായിക്കാൻ ആരുണ്ട്? ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം മണിക്കൂറുകളോളം നീണ്ടു നിന്നപ്പോൾ ആ ദ്രൗപദിയെ സഹായിക്കാൻ നിറഞ്ഞ സദസ്സിൽ ഒരാളും ഉണ്ടായിരുന്നില്ലല്ലോ. അവരവരുടെ മനസ്സിൻ്റെ വൈഭവത്താലാണ് സഹായിക്കപ്പെട്ടത്, വേറെ ഒരാളുമല്ല. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ബലരാമൻ ഇത് പറയണു, കൃഷ്ണൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് ശരിക്ക് പറയുകയാണ്. ഇതാണ് നമ്മുടെ സഹോദരന്മാർക്കിടയിൽ നമുക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത്. മൂപ്പിളമയൊക്കെ ഉണ്ട്, ഒരത്ത് സംസാരിക്കേണ്ട ആരും മുതിർന്നവരോട്. അങ്ങനെയൊക്കെ ആയാലും സഹോദരൻ ആരോ ആകട്ടെ, അവർക്ക് എന്തെങ്കിലും മനസ്സിലൊരു ദുഷിപ്പുണ്ടെങ്കിൽ ആ ദുഷിപ്പിൽ പങ്കുചേരാൻ അനിയനെ കൊണ്ട് സാധിക്കില്ല. എന്താ കാരണം? നമ്മുടെ ജീവിതം നമ്മെ മാത്രം ബാധിക്കുന്നതല്ല. അതിന് പൂർണ്ണമായ ഒരു സ്വാധീനം സമാജത്തിന് രൂപപ്പെടുത്താനുണ്ട്. ഒരു ദുഷ്ടസ്വാധീനം ഒരു വ്യക്തി മൂലം സമാജത്തിന് ഉണ്ടായിക്കൂടാ എന്നുള്ളത് നമ്മുടെ വ്യക്തി ചാരിത്ര്യമാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ കൃഷ്ണനും ബലരാമനും തമ്മിലുള്ള അഭിപ്രായവും വ്യത്യാസവും ഒക്കെ ഇവിടെ വളരെ വ്യക്തമാക്കി. കൃഷ്ണൻ പറയുന്നത് കേട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവനെ വിട്ടുകളഞ്ഞ് എനിക്ക് ലോകത്തിനെ കാണാനോ ലോകജീവിതം അഭിലഷിക്കാനോ സാധിക്കില്ല. ഞാൻ പറയണത് കേൾക്കണില്ല. എന്താ കാര്യം? എൻ്റെ കൃഷ്ണൻ്റെ ഉള്ളിൽ ധനഞ്ജയനാണ് മനസ്സിൽ. ആ ധനഞ്ജയൻ വിജയശ്രീലാൾ ഇതിനാകണം എന്നാണ് വിചാരം. ആയിക്കോട്ടെ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ എനിക്കൊരു പരാധീനതയുണ്ട് ഇതിൽ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഉഭൗ ശിഷ്യൗ ഹിമേ വീരൗ ഗദായുദ്ധ വിശാരദൗ തുല്യസ്നേഹോസ്മ്യതോ ഭീമേ തഥാ ദുര്യോധനേ നൃപേ. ഉഭൗ ശിഷ്യൗ ഹിമേ വീരൗ ഗദായുദ്ധ വിശാരദൗ തുല്യസ്നേഹോ അസ്മ്യതോ ഭീമേ തഥാ ദുര്യോധനേ നൃപേ. ഈ യുദ്ധത്തിൽ പലരും പൊരുതിനുണ്ടാവാം. പക്ഷേ കണ്ണിന് കൃഷ്ണമണി എന്ന പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 വീര ശിഷ്യന്മാരുണ്ട് ഇവിടെ. ആരാത്? ദുര്യോധനും ഭീമനും. ഗദായുദ്ധ വിശാരദന്മാരാണവർ. ഉഭൗ ശിഷ്യൗ ഹിമേ വീരൗ. എൻ്റെ 2 ശിഷ്യന്മാരും വീര്യപരാക്രമങ്ങളുള്ളവരാ. ഗദായുദ്ധ വിശാരദൗ. ഗദായുദ്ധത്തിൽ വിശാരദന്മാർ എന്ന് വെച്ചാൽ അതിസമർത്ഥന്മാർ, അതികുശലന്മാർ, അങ്ങേയറ്റത്തെ മികവുള്ളവർ. തുല്യസ്നേഹോ അസ്മ്യതോ ഭീമേ. അതിൽ ഭീമനിലും ദുര്യോധനിലും എൻ്റെ മനസ്സിൽ തുല്യമാണ് സ്നേഹം. ഈ 2 പേരും കൂടി ഈ പടപൊരുതുന്ന സമയത്ത് ഒരു പക്ഷേ അവസാനമായി നിർണായകമായ പടപൊരുതുന്നത് അവരായിരിക്കാം. തസ്മാത് യാസ്യാമി തീർത്ഥാനി സരസ്വത്യാം നിഷേവിതും നഹി ശക്ഷ്യാമി കൗരവ്യാൻ നശ്യമാനാൻ ഉപേക്ഷിതും. അവർ 2 പേരും കൂടി എൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച വിദ്യകളാണ് 2 പേർക്കും. അവർക്ക് വേറെ ഒരാൾ പുറമേ നിന്ന് ശത്രുക്കൾ വന്നാൽ ഒറ്റയ്ക്കോ കൂട്ടായോ പൊരുതുന്നതിൽ എനിക്ക് വിരോധമില്ല. ഞാൻ കണ്ടു നിൽക്കുമ്പോൾ എനിക്ക് രസിക്കാനും പറ്റും.
എൻ്റെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ നയവും നീക്കവും ഒക്കെ നന്നാവട്ടെ നന്നാവട്ടെ എന്ന് മനസ്സുകൊണ്ട് അവർക്ക് പകർന്നു കൊടുക്കും. ഇത് 2 ശിഷ്യന്മാരാ. നമ്മൾ 2 കണ്ണുകളും കൂടി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാലോ, 2 കൈയും 2 കാലും കൂടി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ എങ്ങനെയാ? അത് സഹിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അതേമാതിരി ഒരവശതയാണ് എനിക്ക്. ഇത് കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോണു? തസ്മാദ്യാസ്യാമി തീർത്ഥാനി സരസ്വത്യാം നിഷേവിതും. ഞാൻ ഇന്ന് മുതൽക്ക് തീർത്ഥയാത്രയ്ക്ക് പോവാ. ഇവിടെ ഇരുന്നാലല്ലേ പൊല്ലാപ്പുള്ളൂ. മിണ്ടാതെ ഞാനൊരു മുറിയിൽ എൻ്റെ രാജധാനിയിൽ വാതിലടച്ചിരുന്നാലും എന്താ നടന്നത് എന്താ നടന്നത് എന്ന് ചോദിക്കാൻ ഒരു ഉത്കണ്ഠയുണ്ടാവും, ആകാംക്ഷ ഉണ്ടാവും. വേണ്ടാപ്പാ, ഞാൻ പോയിക്കളയാം. തീർത്ഥയാത്ര ആർക്കും വിധിച്ചിട്ടുള്ളതാ. കാൽനടയായി ഞാൻ ഒരു തീർത്ഥം, അതിനുശേഷം അനന്തര തീർത്ഥം, അങ്ങനെ നടന്ന് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. നഹി ശക്ഷ്യാമി കൗരവ്യാൻ നശ്യമാനാൻ ഉപേക്ഷിതും. ഞാൻ തന്നെ പഠിപ്പിച്ചവർ, ഞാൻ ഗുണകാംക്ഷിയായിട്ടിരിക്കുന്നു. അവരെല്ലാവരും സഹോദരന്മാർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്ത് നശിക്കാൻ പോകുന്ന ഒരു നാശമുണ്ടല്ലോ, ഇതെനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ബലരാമന്റെ ബലഹീനത സമ്മതിച്ചു അദ്ദേഹം. ബലരാമൻ എന്നാ പേര്, പക്ഷെ ബലഹീനതയാണ് ഉള്ളിൽ. ഈ ലോകത്തിൽ പെറ്റാൻ ഈ കൊന്നാൽ പാപം തിന്നാൽ പോകും എന്നുള്ളതൊരു പറച്ചിലുണ്ടല്ലോ. എന്താ അതിനർത്ഥം? കൊന്നിട്ടുണ്ടായ പാപം, ആ പാപം നിങ്ങൾ തിന്ന് തീർക്കണം എന്നാ. കൊന്നതിനെ പിടിച്ച് തിന്നണം എന്നല്ല. ഏതെങ്കിലും ഒരു ജന്തുവിനെ കൊന്നു, ആ പാപം അതിനെ തന്നെ തിന്ന് തീർക്കാമെന്നല്ല. കൊന്നു കിട്ടുന്ന പാപം നിങ്ങൾ അനുഭവിച്ച് തീർക്കണം. അപ്പൊ ശിഷ്യന്മാർ 2 പേര് എൻ്റെയാണ്. 2 പേരിലും എനിക്ക് ഒരേപോലെയുണ്ട്. അവർ യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ നമ്മളത് കാണാനുള്ള ഒരു മനഃശക്തി നമുക്ക് ഉണ്ടാവണം. ചിലർക്ക് ഇല്ല, ഉണ്ടാവണം എന്നുള്ള തോന്നലും ഇല്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? എളുപ്പമാർഗം പോയിക്കളയാം, അവിടെ കുഴപ്പമുണ്ടല്ലോ, അതുകൊണ്ട് വേണ്ട. നഹി ശക്ഷ്യാമി കൗരവ്യാൻ നശ്യമാനാൻ. അവർ നശിക്കുന്നത് കണ്ടിരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയും. ഈ ബലരാമനും കൃഷ്ണനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എളുപ്പമൊന്നുമല്ല. മുതിർന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ. അർജുനന് സുഭദ്രയെ കിട്ടണം എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായത്തിന് കൃഷ്ണൻ മറുപടി പറയുക, അർജുന, ഇത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ നടക്കില്ല. ഇവിടെ കൗശലവും സൂത്രവും ഒക്കെ പ്രയോഗിക്കണം. എന്താ കാരണം? എൻ്റെ ജ്യേഷ്ഠൻ ബലരാമനുണ്ടല്ലോ, സുഭദ്രയെ ദുര്യോധനന് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ ജ്യേഷ്ഠനുമാണ്. ഒരു പക്ഷേ ബാക്കിയുള്ളവർ അതിൽ കൂടിച്ചേർന്നു എന്ന് വരും. എന്നെ പുറമെയുള്ളവർക്ക് വലിയ ബഹുമാനവും ആദരവും ഉണ്ടാവും. എന്തായാലും നമ്മുടെ കുടുംബത്തിൽ ചെന്നാൽ ബലരാമൻ എൻ്റെ ജ്യേഷ്ഠനാ. ബലരാമൻ എന്നോട് പറയാം, കൃഷ്ണ നീ പറയുന്നത് ശരിയല്ല, ഇരിക്കുക അവിടെ എന്ന്. നിവൃത്തിയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതിനൊരു സൂത്രം പ്രയോഗിക്കണം. ആ സൂത്രം എന്താ? ഒരു സന്യാസീസ വേഷണിഞ്ഞ് സുഭദ്ര താമസിക്കുന്നതിൻ്റെ ഏതാണ്ട് രാജധാനിയുടെ മുൻപിൽ അവിടെ ചെന്ന് തലയൊക്കെ ഒന്ന് മുട്ടയിടിച്ച് കാവി ഉടുത്ത് രുദ്രാക്ഷമാലയിട്ട് ഭസ്മം പൂശി അങ്ങനെ ഭദ്രമായി നീ തപസ് ചെയ്ത് കൂടിക്കോ. അപ്പോൾ ഒരു യുവ സന്യാസി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവിടെ വരാമല്ലോ അനുഗ്രഹത്തിന് വേണ്ടി. അപ്പോൾ സുഭദ്രയും അവിടെ വന്ന് ശുശ്രൂഷയൊക്കെ നടത്തി നിങ്ങൾ തമ്മിൽ സ്നേഹമൊക്കെ അറിയിപ്പിക്കാനുള്ളൊരു സമയം കിട്ടി. അതിന് പ്രായവും മൂപ്പും ഒക്കെ ആയി എന്നുണ്ടെങ്കിൽ സുഭദ്രയും കൂട്ടിക്കൊണ്ട് പോകും. ആ പോകുന്ന സമയത്ത് ഒരു തേരിൽ വേണം പോവാൻ, ആ നഗരം കടന്ന് പോവാൻ. ആ പോകുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പ് വരുത്തണം, സുഭദ്ര വേണം തേര് തെളിക്കാൻ. നീ തേര് തെളിച്ച് പോവരുത്. നീ എങ്ങാനും തേര് തെളിച്ചാൽ പറയും സുഭദ്രയെ റാഞ്ചിക്കൊണ്ടുപോയി എന്ന്. ഇത് സുഭദ്ര തന്നെ തേര് തെളിച്ചാലോ ഒന്നും പറയാണ്ടാവില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് കൃഷ്ണൻ്റെ ഏർപ്പാടുകൾ. അദ്ദേഹം എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ അത് നേടിയെടുക്കാനുള്ള കൗശലവും പ്രാവർത്തിക സൂത്രവും ഒക്കെ കൃഷ്ണൻ്റെ കയ്യിലുണ്ടാവും. അപ്പൊ സുഭദ്രയെ ദുര്യോധനന് കൊടുക്കണം എന്നായിരുന്നു. ആ ദുര്യോധനന് കൊടുക്കണം എന്നുള്ള വിചാരം സുഭദ്രയെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ യുദ്ധത്തിലും ദുര്യോധനന് അനുകൂലമായിട്ടുള്ളൊരു നടപടിയാണ് ബലരാമന് ഇഷ്ടം. അപ്പൊ അങ്ങനെ വന്നാൽ പിന്നെ എന്താ ചെയ്യുക? കൃഷ്ണൻ മിണ്ടാതിരുന്നു, പോയിക്കോട്ടെ എന്നാ വെച്ചു. ഇതെന്തിനാണ് വ്യാസദേവൻ വിവരിക്കുന്നത്? ഒരേ അമ്മയ്ക്ക് ജനിച്ച കുട്ടികളാണെങ്കിലും അവർ മുതിരുന്ന സമയത്ത് നമ്മൾ വ്യക്തികളാണ്. വി ആർ എൻ ഇൻഡിവിജ്വൽ, എവരി വൺ ഓഫ് എസ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഉള്ളിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതായ ഒരു ഘടകമുണ്ട്. അതാണ് നമ്മുടെ വ്യക്തിത്വം, അതിൻ്റെ ഉൾസത്ത. അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. ചിലർ നിഷ്ഠുരന്മാരാവും, ചിലരോ അങ്ങേയറ്റം കൃപാലുവായിത്തീരും. അപ്പം നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടികളൊക്കെ ഒരുപോലെ ആവുമെന്ന്. ആ ധാരണ അങ്ങോട്ട് വിട്ടോളൂ.
അവർ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഓരോരുത്തർക്കും തോന്നുന്നത് എന്തോ അത് നിങ്ങൾ ചെയ്തോളൂ, നല്ലത് ഇന്നതാണ്. ഇപ്പോൾ ദുര്യോധനെ എല്ലാവരും ഉപദേശിച്ചില്ലേ? ഉപദേശത്തിൽ ഒരാളും കുറവ് വരുത്തിയില്ലല്ലോ. എല്ലാവർക്കും അറിയാമായിരുന്നു. കൃഷ്ണൻ ദൂത് പറയാൻ പോകുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു, ദുര്യോധനൻ പറഞ്ഞാൽ കേൾക്കാത്തവനാണ്, അതിലവന് ദുഃഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പോയി പറയേണ്ടതൊക്കെ വളരെ ഭംഗിയായി പറഞ്ഞല്ലോ, ഗാന്ധാരി വരെ പറഞ്ഞില്ലേ? അപ്പം പറയേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഒരു മനുഷ്യന് നന്നാവാനുള്ള അവസരം എപ്പോഴുമുണ്ട്, എപ്പോഴുമുണ്ട്. അവസാന നിമിഷത്തിലും ഒരാൾ നന്നായി എന്ന് വരാം. ഞങ്ങളുടെ ആശ്രമത്തിൽ മലേഷ്യയിൽ നിന്ന് 2 പേര് വന്നു, ദമ്പതികളാണ്. ഞാനവരെ ആദ്യമായിട്ട് നല്ലോണം പോലെ കാണുക. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, സ്വാമിജി, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറാണ്. ഞങ്ങളുടെ കുടുംബത്ത് 2 പേർക്കും കുട്ടികളൊന്നുമില്ല. പൂച്ചകളെ വലിയ സ്നേഹ. അപ്പോൾ പൂച്ചകളെ നോക്കാൻ വേണ്ടി നമ്മൾ ഒരു 10-20,000 ഉറുപ്പിക അവർക്ക് മാസം ചിലവാകുന്നുണ്ട് അത്രേ. അപ്പോൾ ഈ പൂച്ചകൾ ഇങ്ങനെ പെരുകുമല്ലോ, ആ പെരുകുന്നതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ വെറ്ററിനറി ഡോക്ടറുടെ അടുത്ത് പോയിട്ട് സ്ത്രീ പൂച്ചകൾക്ക് എന്ത് ചെയ്യണു? കുടുംബാസൂത്രണം പ്രയോഗിക്കുന്നുണ്ട് പുരുഷന്മാർക്കും. അതിൽ വല്ല തെറ്റുമുണ്ടോ, മഹാപാപമുണ്ടോ എന്നായിരുന്നു അവരുടെ ഒരു ചോദ്യം. അത് കഴിഞ്ഞ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ സാധാരണ നിലയ്ക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ചു കഴിക്കില്ല എന്ന്. എൻ്റെ ജീവിതം മുഴുവനും പരിവർത്തനം വന്നിരിക്കുന്നുണ്ട് സ്വാമിജി, സ്വാമിജി പറയണ കേട്ടിട്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ആർക്കും ഏത് നിമിഷം വേണമെങ്കിലും തൻ്റെ ചിന്താഗതി മാറ്റി നന്നാവാൻ സാധിക്കും. അതിലൊരു കുഴപ്പവും ഇല്ല, ആരായാലും കൊള്ളാം. അതുകൊണ്ട് നല്ലതിന് വേണ്ടിയുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം, പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പം ഞങ്ങൾ ഒരു വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവം നടത്തുന്നുണ്ടല്ലോ. ഡിസംബർ 29-ാം തീയതി നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 29-ന് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, വിശ്വയജ്ഞ മഹോത്സവം വിഷ്ണു സഹസ്രനാമം കൊണ്ട്. ഈ ലോകത്തിലെ എല്ലാവരും പറയുന്നു, ഐക്യരാഷ്ട്ര സംഘടന വരെ പറയുന്നുണ്ട്, മൂല്യശോഷണം, മൂല്യശോഷണം, മൂല്യത്തകർച്ച, സർവ്വദിക്കിലും താറുമാറായിട്ടുള്ള ജീവിതമാണ്. എവിടെ നോക്കിയാലും കരിഞ്ചന്തയുണ്ട്, കളവുണ്ട്, അഴിമതിയുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്ന് പറയണതല്ലാതെ മനസ്സിന് വിഷമമുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ല ഒരു സ്വാധീനം ജനിപ്പിക്കാൻ നിങ്ങൾ എന്താ പുറപ്പെടാത്തത്? ഇത് ശരിയല്ല ശരിയല്ല എന്ന് തെരുവിലിറങ്ങി 10,000-കണക്കിന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ രാജ്യം ശുദ്ധമാവും. അപ്പം നമ്മളിത് പറയുന്നത് നല്ല കാര്യം ചെയ്യാൻ പുറപ്പെടുന്നില്ലല്ലോ. ചീത്ത കാര്യം തെറ്റേ എന്ന് പറഞ്ഞ് അവിടെ എങ്ങനെ ഇരിക്കുക? അത് ശരിയായില്ല ശരിയായില്ല ശരിയായില്ല. അത് ശരിയായില്ല എന്ന പൊതു അഭിപ്രായം ജനങ്ങളെയും സംബന്ധിച്ചവരെയും പ്രസക്തമായവരെയും അറിയിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണു? അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവത്തിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും തെറ്റേ തകരാറ് എന്ന് പറയുമ്പോൾ നല്ല കാര്യം കുറച്ചങ്ങോട്ട് ചെയ്യുക, പുണ്യകർമ്മം ചെയ്യുക. എങ്ങാനും തെറ്റായിട്ടുള്ള കർമ്മം ചെയ്തു പോയി എന്നുണ്ടെങ്കിൽ ആ ചെയ്തു പോയതിനുള്ള പരിഹാരം തെറ്റ് ചെയ്തതുപോലെ ആലോചിക്കാതെ ചെയ്തതായാലും ആലോചിച്ച് നല്ല കർമ്മം ചെയ്യുക. അങ്ങനെ ഒരു പുണ്യകർമ്മം, ഒരു പുണ്യസ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. അതിന് അതിൻ്റെതായ സ്വാധീനം ഉണ്ടാവും, സംശയിക്കേ വേണ്ട. നമ്മളെല്ലാവരും കൂടി 10,000-കണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അന്ന് ലോകത്തിലെ അനവധി രാജ്യങ്ങളിലാണ് ജപിക്കാൻ പോണത്. പല സ്ഥലത്തും അർച്ചനയും നടത്തും. എത്ര രാജ്യങ്ങളിലാന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇവിടെ വന്നെത്താൻ പറ്റിയെന്ന് വരില്ല നൈമിഷാരണ്യത്തിൽ. അപ്പം രാജ്യത്തിൽ, ലോകത്തിൽ പലയിടങ്ങളിലും ജപിക്കണം. വസുധൈവ കുടുംബകം എന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. ഈ ഭൂമി മുഴുവനും അവനവൻ്റെ സ്വന്തം കുടുംബമാണ്. ഞങ്ങളിപ്പോൾ ദേശത്തിൽ നിന്നെല്ലാം സപ്തനദിയിലത്തെ ജലം, ചതുർധാമത്തിലെ മണ്ണ്, ഗംഗോത്രി, യമുനോത്രി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മണ്ണുണ്ട്, ഗംഗാജലം കൊണ്ടുവരുന്നു. സപ്തമുക്തിധാമങ്ങളിൽ നിന്നുള്ള മണ്ണ്, ബ്രഹ്മകപാല തീർത്ഥം, ഇതെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ആ ദേശീയത, നമ്മൾ ഒരേ ദേശത്തിനോട് നമുക്ക് കൂറും കടപ്പാടുമുള്ളവരാണെന്ന്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്നാണ് ശ്രീരാമൻ പോലും പറഞ്ഞത്. കാര്യം ഈ ലങ്ക സ്വർണമയമായാലും ശരി, എൻ്റെ മനസ്സിൽ സ്വല്പമെങ്കിലും രുചി തോന്നണില്ല ലക്ഷ്മണ. കാരണം ജനനീ ജന്മഭൂമിശ്ച, ഒരാൾ ജനിക്കണമെങ്കിൽ അമ്മ അത്യാവശ്യ, അച്ഛനും വേണം. പക്ഷെ അച്ഛനില്ലെങ്കിലും പെറാനായിട്ട് അമ്മ വേണം.
വളർത്താനും ഒരമ്മ വേണം. അപ്പം അമ്മയില്ലാത്തൊരു കുട്ടിയില്ല. അപ്പം തൻ്റെ ഒരു കുഞ്ഞിന് ആദ്യമായിട്ടുള്ള കടപ്പാടും കൂറും അമ്മയോടാണ്. തനിക്ക് എന്ത് യോഗ്യത ഉണ്ടെങ്കിലും പോരാത്തത് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഒരാൾക്ക് മകനോ മകളോ ആയി ജനിച്ചതിൻ്റെ പേരിൽ കിട്ടുന്നതാണ്. അപ്പോൾ കണ്ണ് മിഴിച്ച് നോക്കിയാൽ നമ്മൾ കാണുന്നത് നമ്മുടെ അമ്മയാണ്, വളർത്തമ്മ ആരായാലും ശരി. അപ്പം ആ അമ്മയോടുള്ളതുപോലെ ഒരു കൂറ് നമ്മൾ ചവിട്ടി നടക്കണു, ജീവിക്കണു, കെട്ടിടം പണിയണു, വാഴണു, സഞ്ചരിക്കണു, ഇതൊക്കെ ജന്മഭൂമിയിലാണ്. അപ്പോൾ ജനനീ ജന്മഭൂമിശ്ച, അമ്മയും ജന്മഭൂമിയും സ്വർഗാദപി ഗരീയസി, സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന്. ഇതാണ് ഭാരതത്തിൻ്റെ ചിന്താഗതി. നിങ്ങൾക്ക് എല്ലാവർക്കും ദേശസ്നേഹം, കുടുംബസ്നേഹത്തേക്കാൾ മികച്ചതാവണം ദേശസ്നേഹം. കുടുംബത്തിൻ്റെ പേരിൽ ദേശത്തിനെ ഇടിച്ചു താഴ്ത്തരുത്. നമുക്ക് ഇന്ത്യക്ക് അനവധി ദൂഷ്യങ്ങൾ ഉണ്ടാവാം, പല വിധത്തിലുള്ള തകരാറുണ്ടാവാം. പക്ഷേ ഇന്ത്യ നമ്മുടെ ജന്മഭൂമിയാണ്. ആ ജന്മഭൂമി എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ. അതിലുള്ള ദൂഷ്യങ്ങൾ എന്തോ, തൻ്റെ അമ്മയ്ക്ക് അഴകില്ല എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? പൊക്കം പോരാ എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? തല നരച്ചു എൻ്റെ അമ്മയല്ല എന്ന് പറയുന്നവരുണ്ടോ? അപ്പം നമുക്ക് പല വിധത്തിലുള്ള ദൂഷ്യങ്ങളും പോരായ്മയും കുറവും ഉണ്ടാവാം. എന്നൊക്കെ ആയാലും ഇന്ത്യ നമുക്ക് കണ്ണിലുണ്ണിയാണ്, കരളാണ് നമ്മുടെ. ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ ദേശീയമായിരിക്കുന്ന ദേശസ്നേഹം അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ സപ്ത നദികളിൽ നിന്നും ഗംഗയിൽ നിന്നുമെല്ലാം ഉള്ള ജലവും എല്ലാം കൊണ്ടുവന്ന് മനുഷ്യർക്ക് അതിലൊരു താതാത്മ്യം ജനിപ്പിക്കാൻ. അതേമാതിരി നമ്മുടെ രാജ്യം ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല ലോകത്തിൽ. നമുക്ക് പല വിധത്തിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉണ്ട്, പല വിധത്തിലുള്ള സഹായങ്ങൾ കൊടുത്തു മേടിക്കുന്നുണ്ട്. ഇന്ത്യക്കാർ പലരും പുറത്തു പോയി ജോലി ചെയ്ത് അനവധി പണം വിദേശങ്ങളിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. ആ പണത്തിന് വലിയൊരു വിലയാണ്. അപ്പോൾ സഹവർത്തിത്വം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ അതിർത്തികൾക്കുള്ളിൽ നാം നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ദേശസ്നേഹത്തിനും നമ്മുടെ പഴമയ്ക്കും പൈതൃകത്തിനും പ്രഭാവത്തിനും അനുസരിച്ച് ഭാഷ, വേഷം, വസ്ത്രം, ആഹാരം ഇതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം നടത്തുന്നുണ്ടെങ്കിലും നമുക്ക് ലോകത്തിലൊട്ടാകെ ഒരു കൂട്ടായ്മയുണ്ട്. അതിനെ സൂചിപ്പിക്കുന്നതാണ് വസുധൈവ കുടുംബകം എന്ന മുദ്രാവാക്യം. അതൊരു ശ്ലോകത്തിൻ്റെ അവസാന ഭാഗമാണ്. എന്താ ആ ശ്ലോകം? അയം ബന്ധുരയം നേതി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഇതെൻ്റെ ബന്ധുവാണ്, ഇതങ്ങനെയല്ല എന്നുള്ള വകഭേദ ചിന്തയുണ്ടല്ലോ. ഗണനാ ലഘുചേതസാം, നിസ്സാര മനസ്കന്മാർക്കാണ് ഇങ്ങനെയുള്ള അല്പത്വം ഉണ്ടാവുകയെന്ന്. ഉദാരചരിതാനാം തു, ഉദാരമായിരിക്കുന്ന ഒരു മനസ്ഥിതിയോ ചിന്താഗതിയോ ഉള്ളവർക്ക് വസുധൈവ കുടുംബകം. നാം ജനിച്ചത് തൻ്റെ വീട്ടിലാകാം, പക്ഷേ നമ്മുടെ മനസ്സ് കുടുംബത്തിനെ മുഴുവൻ ഉൾക്കൊള്ളണം. ഏതാ നമ്മുടെ കുടുംബം? വസുധൈവ കുടുംബകം, ഭൂമി മുഴുവനും. അതിനു വേണ്ടിയിട്ടാണ് 7 സമുദ്രത്തിൽ നിന്നുള്ള ജലം നാം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ട് ഡിസംബർ 13-ാം തീയതിക്കാണ് അത് കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങുക. അന്ന് ബഹുസഹസ്രങ്ങൾ അവിടെ ചെന്ന് അതിനെ സ്വീകരിച്ച് വളരെ ഭക്തിനിർഭരമായി നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തിനും പ്രഭാവത്തിനും ആദർശത്തിനും മുദ്രാവാക്യത്തിനും ചേരുന്ന തരത്തിൽ വസുധൈവ കുടുംബകം എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിച്ച് എല്ലാവരും കൂടി കൊണ്ടുവരണം എന്നാണ് നമ്മുടെ മനസ്സിനുള്ളത്. അതിന് വട്ടം കൂട്ടുന്നുണ്ട്. അന്നേ ദിവസം 9:30 മണിക്കാണ് ഡൽഹിയിൽ നിന്ന് വിമാനത്തിലൂടെ കൊച്ചിയിൽ ഈ 7 സമുദ്രത്തിൽ നിന്നുള്ള വെള്ളം വരിക. അത് വേണ്ടതുപോലെ ഇറക്കി വെച്ച് സ്വീകരിച്ച് അതിന് തക്കതായ അലങ്കരിച്ച ഒരു രഥം ഏർപ്പെടുത്തി അവിടുന്ന് സ്വീകരണത്തോടു കൂടി നമുക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഈ വിഷ്ണു സഹസ്രനാമം നമുക്ക് എങ്ങനെ കിട്ടി? കിട്ടിയത് എങ്ങനെയാ? ആരാ പറഞ്ഞത്? ആരോട്? ഏത് ചുറ്റുപാടിൽ, ഏത് സാഹചര്യത്തിൽ, ഏത് ദശയിൽ എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കണം. ഊണ് കഴിച്ച് എയർ കണ്ടീഷൻഡ് റൂമിൽ സോഫയിലൊക്കെ ഇരുന്ന് അങ്ങനെ സമാധാനം പറയണതൊന്നുമല്ല. ശരശയ്യയിൽ അമ്പുകോസരിയിൽ കിടന്നുകൊണ്ടാണ് ഭീഷ്മൻ ഉപദേശിക്കുന്നത്. ആരോട്? തൻ്റെ പൗത്രൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുക. മനസ്സമാധാനമില്ലാതെ മനസ്സും ബുദ്ധിയും പുകഞ്ഞുകൊണ്ടിരിക്കുക, ചുട്ടുനീറിക്കൊണ്ടിരിക്കുകയാണ്. ആ യുധിഷ്ഠിരനെ നോക്കി സമാധാനം ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാണ് വിഷ്ണു സഹസ്രനാമം. ഈ സംഭവം നടന്നിട്ട് 5151 കൊല്ലമായി. ഇതാരും മനസ്സിലാക്കുന്നില്ല. ഇത് നമ്മുടെ പൈതൃകമാണ്.
നമ്മുടെ ചരിത്രമാണ്. നമ്മുടെ പൂർവികർ അവരുടെ ജീവിതത്തിൽ ചെയ്തതും അനുഭവിച്ചതും അങ്ങനെ വ്യക്തിമുദ്ര പതിപ്പിച്ചതുമാണ് ഈ സംഭവങ്ങളെല്ലാം. ആ ഭീഷ്മർ ഉപദേശിക്കുന്ന ദൃശ്യം ആരൊക്കെയുണ്ട് അതിൽ? ഭീഷ്മൻ ശരശയ്യയിൽ കിടക്കുക, തല മാത്രം അല്പം പൊന്തിയിരിക്കുന്നു, എല്ലാ ഭാഗത്തും കൂർത്തുമൂർത്ത ശരങ്ങളാണ് തുളഞ്ഞു കയറിയിരിക്കുന്നത്. അതിലിങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. 58 ദിവസമാണത്രേ അവിടെ കിടന്നത്. അതിലേതാണ്ട് അവസാനത്തെ ഭാഗത്താണ് യുധിഷ്ഠിരൻ്റെ വരവ്. വളരെ മടിച്ചു വിഷമിച്ചാണ് യുധിഷ്ഠിരൻ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് കൃഷ്ണന് ആദ്യമായി ഒരു കുശലപ്രശ്നമെല്ലാമായി ഭീഷ്മ പിതാമഹനോട് പൗത്രൻ വന്നിരിക്കുന്നു, മനസ്സമാധാനമില്ല, ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ചു പോയിട്ടുള്ള ഒരു ദൃശ്യമാണിത്. അവസാനം സംസാരിക്കാൻ തുടങ്ങി. ആരോടാ സംസാരിക്കണത്? യുധിഷ്ഠിരനോട്. അടുത്തോ 4 സഹോദരന്മാരുണ്ട്, അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ. അവരുടെ എല്ലാവരുടെയും കൂടെ കൃഷ്ണനുമുണ്ട്, സുസ്മേരവദനായി. ഈ 7 പേരാണ് അവിടെ. ആ 7 പേരുള്ള ദൃശ്യം നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം. വിഷ്ണു സഹസ്രനാമം. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മൻ വെന്തു നീറുന്ന മനസ്സോടുകൂടി യുധിഷ്ഠിരൻ ശാന്തിയും കുളിർമയും ആവശ്യപ്പെട്ടപ്പോൾ അതിന് പറഞ്ഞു കൊടുത്തതാണ്. അശ്വമേധ മഹായാഗത്തിന് തുല്യമാണ്. അശ്വമേധ മഹായാഗം നടത്തുന്നത് എളുപ്പമല്ല. വിഷ്ണു സഹസ്രനാമം ആർക്ക് വേണമെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിൽ ജപിക്കാം. ഇത് വ്യക്തീയമായ ഒരു അനുഷ്ഠാനമാണ്. അശ്വമേധ മഹായാഗം എത്രയോ പേര് കൂട്ടായി വളരെ ഋത്വിക്കുകളോടുകൂടി ചെയ്യേണ്ടതാണ്. ഒരു പടി പണവും സന്നാഹങ്ങളും വേണം. അത് ഒരു ഭാഗത്ത് കങ്കേമമായിക്കോട്ടെ. ഇത് ലളിത സുഭഗമായി പയോവ്രതം എന്നൊന്നുണ്ടല്ലോ. അതിഥി തൻ്റെ മുറിയിലിരുന്ന് ആരും അറിയാതെ പാല് മാത്രം കഴിച്ച് നിലത്ത് കിടന്നുകൊണ്ട് അനുഷ്ഠിച്ച ഒരു പയോവ്രതമുണ്ട്. അത് അപ്പുറത്ത് മഹാബലി ചെയ്ത വിശ്വജിത്ത് എന്ന മഹായാഗമുണ്ടല്ലോ. ആ യാഗത്തിനെ വെല്ലുന്നതും അതിക്രമിക്കുന്നതുമായിരുന്നു ആ സ്ത്രീ അവിടെ ഇരുന്ന് അനുഷ്ഠിച്ച പയോവ്രതം. അതുമാതിരി ഒരാൾ ഒരിടത്തിരുന്ന് ചൊല്ലിയാൽ മതി വിഷ്ണു സഹസ്രനാമം. അശ്വമേധ മഹായാഗത്തിൻ്റെ തുല്യമായ ഫലമാണ്. ഇതെന്താ നമ്മുടെ ഉദ്ദേശം? നമ്മുടെ ഉദ്ദേശം നല്ല സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ജനിപ്പിക്കണമെന്നാണ്. അങ്ങനെ എല്ലാവരും കൂടി കൂട്ടായി ഒരു നല്ലത് ചെയ്യുമ്പോൾ അത് സംസാര വിഷയമാവും, ചിന്താ വിഷയമാവും. അത് അനുകരിക്കണം എന്ന് മനുഷ്യർക്ക് തോന്നും. ഇപ്പം ഞങ്ങളിത് തുടങ്ങിയിട്ട് ഏതാണ്ട് 2-3 മാസമായല്ലോ. ഈ 2-3 മാസത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം ജനങ്ങളിത് ഈ സഹസ്രനാമം ജപിച്ചു തുടങ്ങിയെന്നറിയാമോ? ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു സംസ്കാര പൈതൃക ക്ലാസ്സിൽ നമ്മുടെ ഒരു ബ്രഹ്മചാരിണി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 9 ക്ലാസ് കൊണ്ട് കുട്ടികളൊക്കെ സഹസ്രനാമം പഠിച്ചു. ഇപ്പം എല്ലാവരും 10-100 ചെല്ലാനും കുട്ടികൾ ഭംഗിയായിട്ട് ചെല്ലുക. ഇത്ര നാളും ഇല്ലാത്തത് എങ്ങനെയാണ് അത് ഉണ്ടായത്? അപ്പോൾ ഒരു സംഭവം നടക്കണു, ലോകസംഭവം, ഐതിഹാസികം എന്ന് പറയുമ്പോഴാണ് ജനങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവുക. അതിനാണ് ഈ ആഘോഷങ്ങളുടെ, ദൃശ്യശ്രവ്യ കലകളുടെ ഒക്കെ ഉദ്ദേശം അതാ. എല്ലാവർക്കും അതിലൊരു കമ്പവും ഇമ്പവും ഉണ്ട്. അപ്പം ആ നല്ല കാര്യം ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. ഞാനിത് എന്തിനാ പറഞ്ഞത്? ആരുടെ മനസ്സിൽ എപ്പോഴാണ് മാറ്റം വരിക എന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിൽ വരാം. മലേഷ്യയിൽ നിന്ന് വന്നവർ 52 വയസ്സായി അദ്ദേഹത്തിന്. എൻ്റെ ജീവിതം മുഴുവനും യു ഹാവ് ട്രാൻസ്ഫോംഡ് മീ എന്നാ പറഞ്ഞു. സ്വാമിജി, അങ്ങ് എൻ്റെ ജീവിതത്തിനെ മുഴുവൻ മാറ്റിയിരിക്കുന്നു. ഈ 52 വയസ്സ് വരെ ഇല്ലാത്ത മാറ്റം പെട്ടെന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് വന്നത്? അതുകൊണ്ട് നമ്മുടെ വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവം കൊണ്ട് ലക്ഷോപലക്ഷം ജനങ്ങളാണ് മാറാൻ പോകുന്നത്. ജപിക്കൂ നിങ്ങൾ, എന്നിട്ട് കാണട്ടെ ഞാൻ നിങ്ങളുടെ മനസ്സ് എങ്ങനെയുണ്ടെന്ന്. ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അനുകൂലമായിട്ടും സാത്വികവുമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇടപെടൂ. അപ്പോഴല്ലേ അറിയുള്ളൂ നമ്മുടെ മനസ്സിലുള്ള തനിത്തന്മ, ഒരു തങ്കത്തന്മയുണ്ട് എന്നുള്ളത്. തസ്മാദ്യാസ്യാമി തീർത്ഥാനി സരസ്വത്യാം നിഷേവിതും നഹി ശക്ഷ്യാമി കൗരവ്യാൻ നശ്യമാനാൻ ഉപേക്ഷിതും. അപ്പൊ എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പോയി. ഇനി കൃഷ്ണനും പോയാലത്തെ സ്ഥിതി എന്താ? ഇങ്ങനെ ഓരോരുത്തരായി പോയാൽ പറ്റുമോ? പോകുന്നവർ പോട്ടെ, ഇരിക്കുന്നവരിയ്ക്കുക. എല്ലാം കണ്ട് എല്ലാവർക്കും സഹിക്കാനും അതിൽ പങ്കാളികളാകാനും സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് വയ്യ, താനും പോണ്ടേ എന്ന് ഒരമ്മയും ഒരു മകനോട് പറയരുത്, ഒരച്ഛനും ഒരു മകനോട് പറയരുത്, ഒരു ഭർത്താവ് ഒരു ഭാര്യയോടും പറയരുത്. നല്ല കാര്യത്തിന് പോകാൻ പുറപ്പെടുമ്പോൾ നമുക്ക് വയ്യെങ്കിൽ താനെങ്കിലും പോയിട്ട് വരടോ എന്നെങ്കിലും വേണം നമ്മൾ പറയാൻ. പക്ഷെ നമ്മളുടെ നില അതല്ല, മറിച്ച. ഇനി നമ്മൾ പോകുന്നത് ധൃതരാഷ്ട്രനും സഞ്ജയനും കൂടിയിട്ടുള്ള സംവാദം അവിടെയാണല്ലോ. തഥാ വ്യൂഢേഷ്വനീകേഷു യത്തേഷു ഭരതർഷഭ
ധൃതരാഷ്ട്രോ മഹാരാജ സഞ്ജയം വാക്യമബ്രവീത് ഏഹി സഞ്ജയ സർവം മേ ആചക്ഷ്വാനവശേഷതഃ സേനാനിവേശേ യദ്വൃത്തം കുരു പാണ്ഡവസേനയോഃ തഥാ വ്യൂഢേഷ്വനീകേഷു യത്തേഷു ഭരതർഷഭ ധൃതരാഷ്ട്രോ മഹാരാജ സഞ്ജയം വാക്യമബ്രവീത് തഥാ വ്യൂഢേഷ്വനീകേഷു യത്തേഷു ഭരതർഷഭ. സേനകളെല്ലാം വ്യൂഹങ്ങൾ ചമഞ്ഞ് തയ്യാറെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ട് അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രോ മഹാരാജ സഞ്ജയം വാക്യമബ്രവീ. സഞ്ജയനെ വിളിച്ച് ചോദിക്കുകയാണ് ധൃതരാഷ്ട്രൻ. സഞ്ജയൻ എന്തായിരുന്നു? ധൃതരാഷ്ട്രന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ തനിക്ക് പറയാനുള്ളത് പറയുകയാണ്. ഏഹി സഞ്ജയ സർവം മേ ആചക്ഷ്വാനവശേഷതഃ സേനാനിവേശേ യദ്വൃത്തം കുരു പാണ്ഡവസേനയോഃ ഏഹി സഞ്ജയ സർവം മേ ആചക്ഷ്വ. സഞ്ജയ, ഇവിടെ വരൂ, അടുത്തു വരൂ, എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരൂ, ഒന്നും ബാക്കി വയ്ക്കരുത്, വിട്ടുകളയരുത്. എന്താ? സേനാനിവേശേ യദ്വൃത്തം കുരു പാണ്ഡവസേനയോഹോ. ഒരു ഭാഗത്ത് കുരുസേന എന്ന് പറഞ്ഞാൽ ദുര്യോധന്റെ എൻ്റെ മകന്റെ സേന. ഭീഷ്മൻ സേനാപതിയായിട്ടുള്ള 11 അക്ഷൗഹിണി സേനയുണ്ടല്ലോ, ആ 11 അക്ഷൗഹിണി സേനയിൽ സേനാനിവേശേ, സേനയെ നിവേശിപ്പിക്കുന്ന കാര്യത്തിൽ കുരുപാണ്ഡവന്മാർ 2 സേനയിലും നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂന്ന്. ദിഷ്ടമേവ പരം മന്യേ പൗരുഷം ചാപ്യനർത്ഥകം യദഹം ബുദ്ധ്യമാനോപി യുദ്ധദോഷാക്ഷയോദയാൻ തഥാപി നികൃതി പ്രജ്ഞം പുത്രം ദുർദ്യൂതദേവിനം ന ശക്നോമി നിയന്തും വാ കർത്തും വാ ഹിതമാത്മനഃ. കേട്ടോളൂ, കേട്ടോളൂ. മനുഷ്യന്റെ പ്രകൃതി മുഴുവനും ഉള്ളു തുറന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഈ ധൃതരാഷ്ട്ര മഹാരാജാവുണ്ടല്ലോ, അദ്ദേഹം ജന്മന അന്ധനായിരിക്കാം, പക്ഷേ മനസ്സിന് അന്ധത്വം എന്തുകൊണ്ട് വന്നു? മനസ്സെന്ന് പറയുന്നത് അങ്ങനെ കണ്ണുപൊട്ടനെ പോലെ ആകേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ എന്താ കാണാറുള്ളത്? ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ദുർബലമായി ക്ഷയിച്ചുപോയി എന്ന് വന്നാൽ അത്രയ്ക്ക് ബുദ്ധിക്ക് കുശലത കൂടുകയാണ് ചെയ്യുക. അങ്ങനെയാ കാണാറുള്ളത്. ഇപ്പൊ ധൃതരാഷ്ട്രന്റെ കാര്യത്തിൽ ബാഹ്യമായിട്ടുള്ള കുരുടത്വം ഉണ്ടാവും. മനസ്സ് കുരുടേണ്ട ആവശ്യം എന്താ? ആലോചിക്കാനുള്ള ബുദ്ധിയും പ്രാപ്തിയും ഒക്കെ നല്ലോണം ഉള്ള ആളാ. അത് നടപ്പിലാക്കുന്നതിൽ മാത്രമാണ് ധൃതരാഷ്ട്രന് പരാജയം. അപ്പൊ അദ്ദേഹം പറയാണ്, ദിഷ്ടമേവ പരം മന്യേ പൗരുഷം ചാപ്യനർത്ഥകം യദഹം ബുദ്ധ്യമാനോപി യുദ്ധദോഷാൻ ക്ഷയോദയാൻ. എനിക്ക് തോന്നുകയാണ് സഞ്ജയ, ദിഷ്ടം ദിഷ്ടം എന്നുള്ള വാക്കിനർത്ഥം സാധാരണ നമ്മൾ ദൈവം, ദൈവം, വിധി എന്നൊക്കെ പറയാറില്ലേ, അതിനെയാണ് ഈ ദിഷ്ടം എന്ന് പറയുന്നത്. കാര്യം, മനുഷ്യജന്മത്തില് നമ്മുടെ പൗരുഷത്തിനും ഇച്ഛയ്ക്കും അഭിലാഷത്തിനും അനുസരിച്ച് ഇച്ഛാശക്തി ഉപയോഗിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ശക്തിയുമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം ചിലർ വിനിയോഗിക്കുന്നു, ചിലർ വിനിയോഗിക്കുന്നില്ല. വിനിയോഗിക്കാത്തവർ പറയും വിധിയാണ് മേലെ, ദൈവമാണ് മേലെ എന്ന്. വിനിയോഗിക്കുന്നവരോ ദൈവം ദൈവം എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നത് ശരിയല്ല, നമ്മളെ കൊണ്ടാകാവുന്നത് നമ്മൾ ചെയ്യണമെന്ന്. ഈ 2 അഭിപ്രായക്കാരും ആദ്യമേ മുതൽക്ക് ഇന്നേ വരെ ഇനിയും ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ധൃതരാഷ്ട്രൻ പറയുന്നു, ദിഷ്ടമേവ പരം മന്യേ പൗരുഷം ചാപ്യനർത്ഥകം. ഈ ദൈവം ദൈവം എന്ന് പറയുന്ന അമാനുഷ ഘടകമാണ്. അമാനുഷമായ ആ പ്രവർത്തനം ഉണ്ടല്ലോ, ആ പ്രവർത്തന ശക്തിയാണ് മേലെ. പൗരുഷം ചാപ്യനർത്ഥകം. മനുഷ്യനിൽ സഹജമായിരിക്കുന്ന ഇച്ഛാശക്തിയും പ്രവർത്തന രീതിയുമുണ്ടല്ലോ, അത് അനർത്ഥം ജനിപ്പിക്കുന്നതാണ്. പൗരുഷമല്ല മേലെ, ദിഷ്ടമാണ് മേലെ. യദഹം ബുദ്ധ്യമാനോപി യുദ്ധദോഷാൻ ക്ഷയോദയാൻ. എന്താ കാരണം? എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയുന്നു, ഞാൻ ഈ യുദ്ധം എന്താണിത്, എങ്ങനെയാണിത്, അവസാനം ഇതിൻ്റെ പരിണാമം എന്താ, ഇതിൽ നിന്ന് വരാൻ പോകുന്ന നാശങ്ങളും ദോഷങ്ങളും നഷ്ടങ്ങളുമെല്ലാം എന്താന്ന് ബുദ്ധ്യമാനഃ അഭി. നല്ല പോലെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് സഞ്ജയ. അങ്ങനെ നല്ല പോലെ മനസ്സിലാക്കിയാലും യുദ്ധദോഷാൻ ക്ഷയോദയാൻ, വംശം മുഴുവനും ക്ഷയിക്കാനാ പോണത്. എന്തൊക്കെ ദോഷങ്ങളാണ് ഇവിടെ അരങ്ങേറുക. ഇത് മുഴുവനും നല്ല പോലെ വ്യക്തമായി കണ്ണുകൊണ്ടല്ല ബുദ്ധി കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും തഥാപി നികൃതി പ്രജ്ഞം പുത്രം ദുർദ്യൂതദേവിനം
ന ശക്നോമി നിയന്തും വാ കർത്തും വാ ഹിതമാത്മനഃ. എൻ്റെ ദുർബുദ്ധിയായിരിക്കുന്ന ഒരു മകനുണ്ടല്ലോ, അവൻ നികൃതിപ്രജ്ഞനാണ്. ദുർദ്യൂതദേവിനം, കള്ളച്ചൂത് പ്രിയനാവൻ. നല്ല ചൂതുകളി അവൻ അറിയില്ല. കളിക്കാൻ വിളിക്കും, എന്നിട്ട് എൻ്റെ അമ്മാമൻ എനിക്ക് പകരം കളിക്കട്ടെ എന്നാ പറയുക. ഏതെങ്കിലും പൗരുഷമുള്ള ഒരു മഹാരാജാവോ ഒരു യുവരാജാവോ പറയോ അങ്ങനെ? കളിക്കണത് ഒരു വിനോദത്തിനാ, സന്തോഷത്തിനാ. അതിന് അവനവൻ തന്നെ ആ പകട എറിഞ്ഞാലല്ലേ അവരവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതെ, വിളിച്ചു എനിക്ക് പകരേ അമ്മാവൻ കളിക്കും. ആരെങ്കിലും ഷണ്ണന്മാരെ ഇങ്ങനെ പറയുള്ളൂ, പൗരുഷമുള്ളവർ പറയില്ല. കളിക്കുന്നതിന് പകരം വേറൊരാളോ? ഇതെന്ത് ഗ്രഹപ്പഴയാ? അപ്പം അത് എനിക്ക് പകരം വേറൊരാൾ യുദ്ധം ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അർത്ഥമുണ്ടോ അതിന്? പിന്നെ യുദ്ധം എന്തിനാ? ദുർദ്യൂതദേവിനം, കള്ളച്ചൂതാണ് അവന് രാവും പകലും കണ്ടിട്ടുള്ളത്. ആ കള്ളച്ചൂത് കളിക്കാൻ ഒരു അമ്മാവനെയും കിട്ടിയിട്ടുണ്ട് അവന്. ഇവർ രണ്ടാളും കൂടി എന്തൊക്കെയാണ് ഇവിടെ തകർന്ന് ഉണ്ടാക്കണേന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്വഭാവം അവർക്ക്. ന ശക്നോമിനി എന്തും വാ, ആ മകനെ കടിഞ്ഞാണിട്ട് നിർത്താൻ എനിക്ക് പറ്റുന്നില്ല. കർത്തും വാ ഹിതമാത്മനഃ, എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ മനസ്സിൽ തോന്നുന്നതും നടത്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അതും പറ്റുന്നില്ല. ഈ പുത്രസ്നേഹം ഇടയിൽ വന്ന് അങ്ങോട്ട് കലക്കി മറിക്കുക. ആദ്യം ഞാൻ പറയും നീ ചെയ്യണത് ശരിയല്ല, ഞാൻ അനുവാദം തരില്ല എന്ന്. അപ്പം അവൻ എൻ്റെ അടുത്ത് വരും. ഞാൻ ഇങ്ങനെ ഒരു അച്ഛന് മകനായിട്ട് ജനിച്ചല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് വെണ്ണ ഉരുകണമായിരിയാ ഉരുകും. എത്രയോ സംഗതികൾ അവൻ ചെയ്യണതും ചിന്തിക്കണതും ശരിയല്ല എന്ന് എനിക്കറിയാം. ഒരു പിതൃസ്ഥാനത്തിരുന്ന്, മഹാരാജാവിൻ്റെ സ്ഥാനത്തിരുന്ന് ഞാൻ ചെയ്യേണ്ടത് ആ ദുഷ്പ്രവൃത്തികൾക്ക് കടിഞ്ഞാണിട്ട് നിർത്തുകയാണ്, അതും അറിയാം. പക്ഷേ ആ പുത്രപാശത്തിൻ്റെ പേരിൽ എനിക്ക് സാധിക്കണില്ല. പലതവണയായി, ഇത് ഒരു തവണയല്ല. അപ്പം പലതവണയായി ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എനിക്ക് സ്വയം ഒരു തിരുത്തോ ഒരു പിൻവലിച്ചലോ ഇല്ലാതെ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദിഷ്ടമേവ പരം മന്യേ പൗരുഷം തു നിരർത്ഥകം. ഇതൊക്കെ ദിഷ്ടത്തിന് വിധേയമായി നടക്കുന്നതാ. എനിക്ക് അങ്ങനെ ഒരു മകൻ എന്തിനുണ്ടായി? ആ മകൻ ഉണ്ടായാലും ഈ പിതാവിൻ്റെ മനസ്സ് എങ്ങനെയാ ഈ പുത്രപാശം കൊണ്ട് ഇങ്ങനെ ചിന്തിക്കണത്? ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി കിട്ടണില്ല. അപ്പം ഞാൻ എന്താ പറയുക? ന ശക്നോമിനി എന്തും വാ കർത്തും വാ ഹിതമാത്മനഃ ഭവത്യേവ ഹി മേ സൂത ബുദ്ധിർ ദോഷാനുദർശിനി ദുര്യോധനം സമാസാദ്യ പുനഃസാ പരിവർത്തതേ. ഭവത്യേവ ഹി മേ സൂത ബുദ്ധിർ ദോഷാനുദർശിനി. എനിക്കൊരു ബുദ്ധിയുണ്ട് സഞ്ജയ. ആ ബുദ്ധി ദോഷങ്ങളെ ഒന്നൊന്നായി എണ്ണിപ്പറക്കി കാണിച്ചു തരുന്നുണ്ട്. അത് ഇരുട്ടിലൊന്നുമല്ല, നല്ല വെളിച്ചത്തിലാണ്. സൂര്യപ്രകാശത്തിനേക്കാൾ വലിയൊരു വെളിച്ചത്തിലാണ് എൻ്റെ മനസ്സ്, എൻ്റെ ഉള്ളിൽ ബുദ്ധി ദോഷങ്ങൾ ഓരോന്ന് എടുത്ത് കാണിച്ചു തരുന്നത്. ദുര്യോധനം സമാസാദ്യ പുനഃസാ പരിവർത്തതേ. ഈ ദോഷങ്ങളൊക്കെ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ എല്ലാം പിടിച്ചു നിർത്തണം, ശരിയാക്കണം എന്നെനിക്ക് തോന്നാറുമുണ്ട്. ഈ തോന്നൽ ഒരു ഭാഗത്ത് അതിശക്തമായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എൻ്റെ മകൻ മുമ്പിൽ വന്ന് നിന്ന് അച്ഛാന്നൊരു വിളി അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മുഴുവൻ തകർന്നു. എനിക്കൊരു പരിവർത്തനം വന്നു പോവുക. പ്രേക്ഷകരെ, നിങ്ങളിൽ എത്ര ആൾ ഇങ്ങനെയുണ്ട്? ഇങ്ങനെ അല്ലാത്തവരെത്രയുണ്ടെന്നൊന്ന് എന്നോട് പറയാമോ? നിങ്ങൾക്കും ഇല്ലേ മക്കളും കുട്ടികളും? മക്കളും കുട്ടികളും തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പുത്രൻ എന്നുള്ള നിലയ്ക്ക്, സന്താനം എന്നുള്ള നിലയ്ക്ക് പാരവശ്യമാണോ മേലെ? അതോ നിങ്ങളുടെ ഉള്ളിൽ കത്തിജ്വലിക്കുന്നത് വിവേകമോ? നിന്നെ പെറ്റു, ഞാൻ വളർത്തി, രണ്ടും ശരി തന്നെ. വളർന്നു കഴിഞ്ഞ് നീ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റ്, ആ തെറ്റിന് കൂട്ടുനിൽക്കാൻ ഈ അച്ഛനെ നീ ഉറ്റുനോക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അച്ഛനാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുട്ടികളെ വളർത്തുന്ന സമയത്ത് അവർക്ക് നല്ലതെന്തോ അത് ചെയ്യണം എന്നാണ് നമ്മുടെ വിചാരം. എനിക്ക് അവർക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കണം എന്നല്ല, അവർക്ക് നല്ലതെന്തോ അത് നിങ്ങൾ ചെയ്യണം. ഈശ്വരനും അതാ ചെയ്യുന്നത്. ഭക്തന്മാർക്ക് നല്ലതെന്തോ അത് കൊടുക്കണം. പലരും ഇപ്പോൾ ഗുരുവായൂർ പോവും, വേറെ ചില ക്ഷേത്രങ്ങളിൽ പോവും, പലതിനും വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചത് മുഴുവൻ ഭഗവാൻ കൊടുത്തു തുടങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല അവിടെ. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പ്രാർത്ഥിച്ചോളൂ. ആ പ്രാർത്ഥന ഉത്തമം, അന്യർക്ക് ഉപദ്രവം ഇല്ല എന്ന് വന്നാൽ ആ പ്രാർത്ഥന നിറവേറും എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഒരു വ്യവസ്ഥയായി, പ്രകൃതി നിയമമായി
ഈശ്വരൻ തൊടുത്തു വിട്ടിരിക്കുക. അപ്പം നിങ്ങൾ വായി തോന്നിയതൊക്കെ പറഞ്ഞതുകൊണ്ട് അത് മുഴുവൻ ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിലും അനുഗ്രഹത്തിൻ്റെ പേരിലും കിട്ടുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ പിന്നിലേ ഇവിടെ എല്ലാം അണിനിരക്കുള്ളൂ. അത് നല്ലപോലെ മനസ്സിലാക്കണം. ഭവത്യേവ ഹി മേ സൂത ബുദ്ധിർ ദോഷാനുദർശിനി ദുര്യോധനം സമാസാദ്യ പുനഃസ പരിവർത്തതേ. എത്ര ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചത് ശരിയല്ല ശരിയല്ല, ചെയ്യരുത് ചെയ്യിക്കരുത്, സമ്മതം കൊടുക്കില്ല എന്നൊക്കെ വിചാരിച്ചാലും നമ്മുടെ പുത്രച്ചാരുണ്ടല്ലോ, ആ മകനങ്ങോട്ട് അടുത്ത് വന്നാൽ പ്രകൃതമൊക്കെ മാറി. ഇനി കണ്ണും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കുരുടനായതുകൊണ്ട് കാണുന്നില്ല എന്നൊരു സമാധാനമുണ്ട്. ഏവം ഗതേ വൈ യദ്ഭാതി തദ്ഭവിഷ്യതി സഞ്ജയ ക്ഷത്രധർമ്മ കിലരണേ തനുത്യാഗോ ഹി പൂജിതഃ. ഏവം ഗതേ വൈ യദ്ഭാതി തദ്ഭവിഷ്യതി സഞ്ജയ ക്ഷത്രധർമ്മ കിലരണേ തനുത്യാഗോ ഹി പൂജിതഃ. അതുകൊണ്ട് എന്താ എനിക്ക് പറയാനുള്ളത്? സ്ഥിതിഗതികൾ ഇങ്ങനെയായിരിക്കെ കാര്യങ്ങൾ നല്ലപോലെ അറിയാനുള്ളൊരു ബുദ്ധി, ദോഷം നല്ലപോലെ കാണുന്ന ബുദ്ധി അതെൻ്റെ മനസ്സിലുണ്ടെങ്കിലും പുത്രപാശത്തിൻ്റെ മേൽ അത് ചൂളിപ്പോവാണ്. അപ്പം എനിക്ക് എന്താ പറയാനുള്ളത്? യദ്ഭാതി തദ്ഭവിഷ്യതി സഞ്ജയ. എന്തു വരാൻ പോകുന്നുണ്ടോ അത് വരും. ക്ഷത്രധർമ്മ കിലരണേ തനുത്യാഗോ ഹി പൂജിതഃ. ഒരു സമാധാനം മാത്രം വേണമെങ്കിൽ എനിക്കാകാം. എന്ത്? ക്ഷത്രിയധർമ്മം എന്താ? വീട്ടിലോ രാജധാനിയിലോ ഒതുങ്ങിക്കഴിഞ്ഞുകൂടാനല്ല. അത് ധീരമായി സധീരം സവീര്യം പടക്കളത്ത് ചെന്ന് പടപൊരുതി ആ പടയിൽ ജയിക്കുകയേ അല്ല ശരീരം വീഴുകയോ ചെയ്താൽ അതാണ് ആരാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ മക്കളൊക്കെ പടപൊരുതി പടക്കളത്തിൽ മരിച്ചു പോയാൽ അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. ക്ഷത്രിയന്മാർക്ക് അതാണല്ലോ ശ്ലാഘ്യം, അതാണല്ലോ വേണ്ടത്. പോലീസുകാർ വീട്ടിലിരുന്ന് എനിക്ക് ഭാര്യയുണ്ട് കുട്ടികളുണ്ട്, ഞാൻ കള്ളനെ പിടിക്കാൻ പോവില്ല, അവൻ ശക്തിമാനാ, അവൻ്റെ കയ്യിൽ കൈത്തോക്കുണ്ട്, അതുകൊണ്ട് സാറേ എന്നെ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞ് വീട്ടിൽ പോലീസുകാരിരുന്നാൽ പറ്റുമോ? ഇപ്പം പോലീസുകാരാവണ്ട. പോലീസുകാരായാൽ അവരെങ്ങനെയായാലും പോയിട്ട് പിടിക്കേണ്ടവനെ പിടിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരടി ഇങ്ങോട്ട് കിട്ടിയെന്ന് വരും, തടുക്കാനുള്ള തയ്യാറോടുകൂടി പൊക്കോളൂ. ക്ഷത്രധർമ്മ കിലരണേ തനുത്യാഗോ ഹി പൂജിതഃ. ക്ഷത്രധർമ്മത്തിൽ തനുത്യാഗം, ശരീരത്തിനെ യുദ്ധം ചെയ്ത് അങ്ങോട്ട് വിടുക, ഉപേക്ഷിക്കുക, അതാണ് ആരാധ്യമായിട്ടുള്ളത്. അത് കേട്ട് സഞ്ജയൻ പറയുന്നു, മഹാരാജ മനുഷ്യേഷു നിന്ദ്യം യസ് സർവമാചരേത് സവധ്യ സർവലോകസ്യ നിന്ദിതാനി സമാചരൻ. നോക്കൂ, ആരോട് സംസാരിക്കുകയാണെങ്കിലും ആ സംസാരം മുഴുവനും വ്യാസമഹർഷിയുടെ ഭാഷയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതങ്ങോട്ട് കേട്ടു സഞ്ജയനോടാണ് പറയുന്നത്. ആ സഞ്ജയൻ അത് കേട്ട് പറയുന്നതോ ചൊടിച്ച് അസലായിട്ടാണ് മറുപടി പറയണത്. മഹാരാജ മനുഷ്യേഷു നിന്ദ്യം യസ് സർവമാചരേത്. മഹാരാജാവേ, അല്ലേ മഹാരാജൻ, മനുഷ്യേഷു മനുഷ്യർക്കിടയിൽ നിന്ദ്യം യസ് സർവമാചരേത്, നിന്ദ്യമായിട്ട് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് എന്താ വേണ്ടതെന്നറിയോ? സവധ്യ. ആ ആളെ വധിക്കണം, കൊല്ലപ്പെടേണ്ടവനാണ്. അവൻ പൂജിക്കപ്പെടേണ്ടവനല്ല, അനുസരിക്കപ്പെടേണ്ടവനല്ല. മഹാരാജ മനുഷ്യേഷു നിന്ദ്യം യസ് സർവമാചരേത്. നിന്ദ്യമായിരിക്കുന്ന പ്രവൃത്തി ആരാണോ ഇവിടെ ചെയ്യുന്നത് ആ ചെയ്തവൻ സവധ്യ സർവലോകസ്യ നിന്ദിതാനി സമാചര. പ്രജകളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുള്ളൂ എന്നുള്ള ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ വധിക്കണം എന്ന് പറയും. അപ്പൊ ഈ വധിക്കുന്നത് ആരെയാ? ദുഷ്ടനെയാണ്, ദുസ്സാഹസിയാണ്, പ്രജകൾക്ക് ഉപദ്രവം ചെയ്യുന്നവനെയാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ വധ്യ എന്നുള്ള ലിസ്റ്റിൽ പെടുത്താൻ പറ്റുള്ളൂ. സവധ്യ സർവലോകസ്യ നിന്ദിതാനി സമാചരൻ സ്ഥിരോ ഭൂത്വാ മഹാപ്രാജ്ഞ സർവലോകക്ഷയോദയം യഥാഭൂതം മഹായുദ്ധേ ശ്രുത്വാ ചൈകമനാഭവ. സ്ഥിരോ ഭൂത്വാ മഹാപ്രാജ്ഞ സർവലോകക്ഷയോദയം യഥാഭൂതം മഹായുദ്ധേ ശ്രുത്വാ ചൈകമനാഭവ. ആ സഞ്ജയൻ കേട്ടിട്ട് പറയുകയാണ്, അങ്ങയുടെ മകൻ ഉപായപ്പെട്ടവനൊന്നുമല്ല, പരമദുഷ്ടനാ. എല്ലാവരും പറഞ്ഞിട്ടും തൻ്റെ വഴിയിൽ നിന്ന് കടുകിട മാറാൻ അവൻ തയ്യാറില്ല.
അങ്ങനെയുള്ള ഒരു മകനെ ചൊല്ലി ഇവിടെ എന്തൊക്കെയാ വിപത്ത് വരാൻ പോണത്? സർവലോകക്ഷയോദയം. നമ്മുടെ ഈ വംശം മുഴുവനും നശിക്കാൻ പോവാണ്. എത്രയെത്ര സ്ത്രീകളാണ് വിധവകളാവാൻ പോകുന്നത്? എത്രയെത്ര സ്ത്രീകളാണ് അനാഥകളാകാൻ പോകുന്നത്? എല്ലാം തന്നെ നശിച്ച് വലിയൊരു കുഴപ്പമാണ് വരാൻ പോകുന്നത് ഈ മഹായുദ്ധത്തിൽ. അതൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കുന്ന സമയത്ത്, നടന്നത് കണ്ട് ആ കണ്ടത് മുഴുവൻ പറയുന്ന സമയത്ത് ഏകമനാഭവ, ഉറച്ച മനസ്സോടുകൂടി ഇരുന്നോളൂ. അങ്ങയുടെ മകനായിപ്പോയി, അങ്ങ് ദുര്യോധനന്റെ അച്ഛനായിപ്പോയി. ആ ദുര്യോധനൻ തൻ്റെ വഴികൾ മാറ്റുന്നില്ല ആര് പറഞ്ഞാലും. അതുകൊണ്ട് എന്തു വരണു? അനവധി ആൾക്കാർ കൂടെ കൂടിയിട്ടുണ്ട്. 11 അക്ഷൗഹിണി സേനയാണ് പിൻബലം. അപ്പുറത്ത് 7 ഉള്ളൂ. അപ്പൊ ഇത്രയധികം ജനങ്ങൾ ദുര്യോധനോട് കൂടി സമാന ചിന്താഗതിക്കാരാ. ഒരാൾ മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ അനവധി ആൾക്കാരുണ്ട്. അവരെ എല്ലാവരെയും അതേപടിക്ക് വിട്ടാൽ ഈ ലോകത്തിന് ഒരു ഗതിയും ഒരു വ്യവസ്ഥയും ഉണ്ടാവില്ല. അപ്പൊ അതിനെ നേരിടണം എന്നുള്ള നിലയ്ക്കാണ് അപ്പുറത്ത് കൃഷ്ണനടക്കം കൂടിയിരിക്കുന്നത്. എളുപ്പമല്ലാതെ കാര്യം നേടല്. സംഖ്യാബലം കൂടുതലാണ്. ഭീഷ്മനെ പോലെയുള്ള ആൾക്കാരും അവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു മഹാഭാരത യുദ്ധം ഇതം പ്രഥമമായി നടക്കാൻ പോണു. അതിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നല്ല മനസ്സോടുകൂടി ഇരിക്കണം, ഉറച്ചിരിക്കണം എന്ന്.